ഗൈസ്, ഇപ്പം നമ്മൾ നഗറിന്ന് ഒരു ബസ് കയറി നമ്മളിപ്പോൾ വേറെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ആൻഡ് ഇപ്പം നമ്മൾ അടുത്ത ഒരു ഹിഡൻ വില്ലേജ് ഓഫ് ഹിമാചലിലോട്ട് ഇങ്ങനെ നടക്കുക. അപ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. കുറച്ച് വണ്ടികളൊക്കെ അത്യാവശ്യമുണ്ട്, പക്ഷെ അങ്ങനെ ക്രൗഡോ അങ്ങനെ ഭയങ്കര നോയ്സോ അങ്ങനെയൊന്നും സോഫാർ കേൾക്കുന്നില്ല. അങ്ങനെ അവിടെ പോയിരുന്നു നോക്കാം. ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം നടന്നിട്ടും എത്തണില്ല. മേബി എനിക്ക് കുറച്ച് വയ്യാഞ്ഞിട്ടായിരിക്കാം. മണ്ടയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് പ്രത്യേകിച്ച് ഇവിടെ മനസ്സിലാവുന്നില്ല. കുറച്ച് കഫേ കാണുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ശബ്ദം കേട്ടോ, കാറ്റിൻ്റെ കാരണം. വലിയ മരങ്ങളുടെ ഇലയെ തട്ടിയിട്ടേ ഭയങ്കര ശബ്ദം. സോയിൽ വില്ലേജ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ വില്ലേജ് എവിടെ മാത്രമായി കണ്ടുപിടിക്കാം. നമുക്ക് ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടെ മൊത്തം പ്ലംസ് ആണ്, ലൈക്ക് ഫുൾ പ്ലം ട്രീസ് ആണ്. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും പറിച്ചെടുത്ത് തിന്നേനെ. അടുത്ത സ്ഥലത്ത് ആപ്രിക്കോട്ട്. എന്തൊക്കെയല്ലേ ഇവിടെ. ഇപ്പം ഇങ്ങനെ നടന്ന് സോയിൽ വില്ലേജിന്റെ ഒരു അടുത്തൊരു ചെറിയൊരു റിവറും വാട്ടർഫോൾ പോലെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം അതനുസരിച്ച് നമ്മളിങ്ങനെ ഈ വഴി കൂടെ നടക്കുക. ഓക്കെ, എന്താ രസമല്ലേ? അയ്യോ, ഇങ്ങനെ കൊതിപ്പിക്കുന്ന രീതിയിലാണ് പ്ലംസ് വളർന്നു വെക്കുന്നത്. പണ്ടാരം എടുക്കാനും പറ്റുന്നില്ല. എവിടെന്നെങ്കിലും കയ്യെത്തുന്ന ദൂരത്ത് കിട്ടിയാൽ ഞാൻ പറിക്കും, ഉറപ്പാ. മുകളിലോട്ടൊക്കെ ഉള്ള വ്യൂ നോക്കിയേ, എന്താ രസ. ഭയങ്കര ഭംഗിയാണോ. ഇപ്പോഴൊക്കെ ഇത് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതൊക്കെ കാണാൻ പറ്റുക. കൈട്ടി കുറച്ചൊന്ന് ബുദ്ധിമുട്ടി മണ്ടേ കയറി. പക്ഷേ ഇനി എങ്ങനെ തിരിച്ചിറങ്ങണമെന്ന് അറിഞ്ഞുടെങ്കിലും ഇത് ഞാൻ പറിച്ചിട്ടേ കടന്നു പോയിട്ടുള്ളൂ. നമുക്കങ്ങനെ കുറച്ച് പ്ലംസ് കിട്ടി. അതിനി ഇവിടെ തന്നെ ഒരു ചെറിയൊരു വെള്ളം പോകുന്നുണ്ട്. അപ്പം അമ്മേ അതിൽ നിന്ന് കഴിച്ച് കഴിക്കാം. വിശന്ന് വരുമായിരുന്നു. കറക്റ്റ് സമയത്ത് പ്ലം കിട്ടിയത്. നടന്ന് അവസാനം ഓൾമോസ്റ്റ് വാട്ടർഫോളിന്റെ അടുത്തെത്തിയിരുന്നോ. അവിടെയൊക്കെ ഈ വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, ഓക്കെ. അവിടെ കുറച്ച് കാഫെ കാണുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് പ്ലംസ് മുക്കി നമ്മളിവിടെ വാട്ടർഫോളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാനൊരു താളി ഓർഡർ ചെയ്തു. എന്തൊക്കെയാണ് കറികളൊന്നും അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ സോയിൽ വില്ലേജ് എന്ന് തിരിച്ചവിടെ കഫേയിൽ ഞാൻ വഴി ചോദിച്ചൊരു ചേട്ടൻ എന്തോ ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് നടന്ന് പൊക്കോണ്ടിരുന്നപ്പം താഴെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വേഗം 10 മിനിറ്റ് പോലും എടുത്തില്ല, പക്ഷെ മണ്ടേ കയറാൻ വേണ്ടി ഓൾമോസ്റ്റ് എനിക്കൊരു 3 മണിക്കൂർ എടുക്കേണ്ടി വന്നു. അത് വേഗം ഒറ്റയടിക്ക് നടന്നു പോയിരുന്നെങ്കിൽ നേരത്തെ എത്തായിരുന്നു. പക്ഷെ ഞാൻ പയ്യെ എല്ലാം കണ്ട് അങ്ങനെ പോയേ. നല്ല രസമായിരുന്നു കേട്ടോ. വാട്ടർഫോളിന്റെ അവിടെയൊക്കെ കുറേ സമയം ഇങ്ങനെ നല്ലപോലെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ നല്ല ആൾക്കാരും നല്ല സ്ഥലവും അങ്ങനെ ശബ്ദവും ക്രൗഡോ അങ്ങനെയൊന്നുമില്ല. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൻ്റെ മണ്ടയിലോട്ട് ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്, ക്രിസ്റ്റൽ വാട്ടർഫോൾ എന്ന് പറയും.
അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും സമയം ഇപ്പം ഓൾമോസ്റ്റ് 4:45. അപ്പം ഇവിടെയൊക്കെ ബസ് വളരെ കുറവല്ലേ, അപ്പോൾ ഒരു 6 മണിക്കൊക്കെയാണ് ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞത്. അപ്പോൾ തിരിച്ച് ഞാൻ നടന്നു വരുന്ന ഇത് വെച്ചിട്ടാണെങ്കിൽ 3 മണിക്കൂർ അസെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം വേണമല്ലോ ഡിസെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങിയതാണ്. എന്തായാലും ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് സോയിൽ വില്ലേജ്. നല്ല രസമാണ്, മസ്റ്റ് വിസിറ്റാണ്.